1201 ആണ്ട് മേടമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. 14/4/2026 മുതൽ 14/5/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. മിഥുനക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ്. മകയിരം നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗവും തിരുവാതിര നക്ഷത്രവും പുണർന്നം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നതാണ് മിഥുനക്കൂർ എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിന്നാൽ ഈ മിഥുനക്കൂറിലെ നക്ഷത്രങ്ങൾക്ക് ജയിക്കാൻ ഒരു ഭാഗ്യം കാണുന്നുണ്ട്. കാര്യം അവർ ജനിച്ച സമയത്ത് ഈ ഇലക്ഷനിൽ നിന്ന് ജയിക്കത്തക്ക യോഗങ്ങൾ ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ അങ്ങനെ യോഗമുള്ളവർക്ക് മന്ത്രിസഭയിൽ അംഗമാകുന്നതിന് അവർക്ക് ചിങ്ങമാസം വരെ കാത്തിരിക്കേണ്ടതായിട്ട് ചിലപ്പോൾ വന്നേക്കാം. ആഗസ്റ്റ് സെപ്റ്റംബർ മാസം വരെ ഒന്ന് കാത്തിരിക്കണം. ഒരുവിധവും ഭേദമുള്ള വകുപ്പ് ലഭിച്ച് ഒരുവിധം നല്ല രീതിയിലുള്ള അങ്ങനെ മന്ത്രിസഭ ലഭിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഒരു വകുപ്പ് തന്നെ ഭരിക്കാനായിട്ട് ലഭിക്കുന്നതാണ്. ധാരാളം ധനനേട്ടങ്ങൾ ഉണ്ടാകാം. ജനങ്ങൾക്ക് ഉപകാരമായ രീതിയിൽ ജനസേവനം നടത്തുവാനും അവർക്ക് സാധിക്കുന്നതാണ്. ശ്രമിച്ചാൽ പല വിധത്തിലും ധനലാഭം പല വഴികളിലും കൂടി ഉണ്ടാക്കാൻ സാധിക്കും. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപമുള്ളവർക്ക് നേട്ടങ്ങൾ ലഭിക്കും. ഇപ്പോഴത്തെ ഇടിവ് നോക്കേണ്ട കാര്യമില്ല, നല്ല ലാഭം ലഭിക്കാം. വരുന്ന ചിങ്ങമാസത്തിൽ വളരെ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. വയറിൻ്റെ അസുഖങ്ങൾ മാറിക്കിട്ടും. ശസ്ത്രക്രിയകൾ ഇല്ലാതെ തന്നെ വിദഗ്ധ ചികിത്സ മൂലം അസുഖം കണ്ടുപിടിക്കുകയും അത് മാറിക്കിട്ടുകയും ചെയ്യുന്നു. റിമാൻഡിൽ ആകുമായിരുന്നതിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നു. ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും പ്രൊമോഷൻ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഐശ്വര്യങ്ങൾ ഉണ്ടാകാം. ശുഭകർമ്മങ്ങളെല്ലാം ഫലിക്കും. പൂജകളും മറ്റുള്ള ഉപാസനകളെല്ലാം ഫലിക്കുന്ന ഒരു സമയമാണ്. മാതാവിനും പിതാവിനും ഉണ്ടായിരുന്ന ദുരിതങ്ങൾ, ഒരു രോഗം മൂലമോ അല്ലാതെയൊക്കെ ഉണ്ടായിരുന്ന ആ ദുരിതങ്ങളെല്ലാം മാറിക്കിട്ടും. രോഗങ്ങളെല്ലാം മാറിക്കിട്ടും. ശത്രുക്കൾ ശല്യം ചെയ്യുന്നത് കുറയ്ക്കും. സഹോദരങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സാധിക്കും. ഒരു ആത്മധൈര്യം നിങ്ങൾക്ക് ഈ സമയം ലഭിക്കും. ചില മോശഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുകയാൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും വളരെ ചിന്തിച്ചിട്ട് വേണം തീരുമാനമെടുക്കാൻ, അല്ലെങ്കിൽ ബുദ്ധിമോശം വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഇനി ഈ മിഥുന മാസത്തിലെ നക്ഷത്രങ്ങളെ വേർതിരിച്ചാണ്, അതായത് പ്രായത്തിനനുസരിച്ച് വേർതിരിച്ചാണ് പറയുന്നത്. മകയിരം നക്ഷത്രക്കാരുടെയാണ് ആദ്യം പറയുന്നത്. അതായത് 18 വയസ്സ് വരെയുള്ള മകയിരം നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളിൽ ആരെങ്കിലുമോ അതോ ഉറ്റ ബന്ധുക്കളോ അല്ലെങ്കിൽ ഉറ്റ സുഹൃത്തുക്കളോ അങ്ങനെ ആ ഫാമിലി പരമായിട്ടുള്ള സുഹൃത്തുക്കളോ അവരൊക്കെ ചെറിയ അപകടം വരുന്നതിനും ഒരു കോമ സ്റ്റേജിലാകുന്നതിനും അഥവാ മരണപ്പെടുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ളവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം പ്രതീക്ഷിച്ചതിലും ഉയർന്ന ഒരു നല്ല വിദ്യാഭ്യാസം ലഭിക്കും. അതുപോലെ തന്നെ നല്ല തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. വിവാഹം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുവാനും സന്താന ഭാഗ്യം ഉണ്ടാകുവാനും നല്ല മിത്രങ്ങളെ ലഭിക്കുവാനും സാധ്യതയുണ്ട്. 34 വയസ്സ് മുതൽ 54 വയസ്സ് വരെ ഉള്ളവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ട ഒരു സമയമാണിത്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അസൂയുള്ള ആൾക്കാരോ ശത്രുക്കളായിട്ടുള്ള ആൾക്കാരോ വേണ്ടാധീനങ്ങൾ പറഞ്ഞു വരുത്തുകയും അതുമൂലം നിങ്ങൾക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ശാരീരിക അസുഖങ്ങൾ ഉണ്ടാകുമെങ്കിലും വലിയ പ്രശ്നങ്ങൾ വരാതെ രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുന്നു. അടുത്തത് 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ള അവർക്കുള്ളതാണ്. ചില അസുഖങ്ങൾ അവരെ ബാധിക്കാം എങ്കിൽ തന്നെയും വലിയ പ്രശ്നങ്ങളൊന്നും വരണതായിട്ട് കാണുന്നില്ല. അവർക്ക് തക്ക സമയത്ത് വൈദ്യസഹായം ലഭിക്കുന്നതിനാൽ അത് ഒരു പ്രശ്നം ആകാതെ അത് പോകുന്നു. അടുത്ത് തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത്. 12 വയസ്സ് വരെയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് തിരുവാതിര നക്ഷത്രക്കാരിൽ ചിലർക്കാണ് പല രീതിയിലുള്ള രോഗങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ഈ സമയം പ്രായത്തിനനുസരിച്ചുള്ള ഒരു പക്വതയും ഇല്ലാണ്ടായി വന്നേക്കാം. അതുപോലെ പല ആപത്തുകൾ വരാം. നല്ല വസ്ത്രങ്ങൾ ഇല്ലാത്തൊരവസ്ഥ വന്നേക്കാം. 12 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് അല്പമായി ജീവിതത്തിൽ പുരോഗതി അവർക്ക് ഉണ്ടാകാം. ദുഃഖവും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളെല്ലാം മാറിക്കിട്ടും. ധനവും നല്ല രീതിയിലുള്ള ഉയർന്ന വിദ്യാഭ്യാസവും മാന്യമായ തൊഴിലും അവർക്ക് ലഭിക്കുന്നതാണ്. അതുമൂലം സാമ്പത്തിക ഭദ്രത അവർക്കുണ്ടാവുകയും
അവർക്ക് ഇഷ്ടപ്പെട്ട ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം നടത്തുവാനും സന്താനഭാഗ്യം ഉണ്ടാകുവാനും സാധിക്കുന്നു. അതുപോലെ നല്ല മിത്രങ്ങളെയും ലഭിക്കാം. 28 വയസ്സ് മുതൽ 47 വയസ്സ് വരെ ഉള്ളവർക്ക് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ഉയർച്ചയിൽ, നിങ്ങൾ വളരെ താഴാവസ്ഥയിലായിരുന്നു ചില തിരുവാതിര നക്ഷത്രക്കാർക്ക്, അവർ വളരെ ഉയർന്ന രീതിയിൽ എത്തിക്കഴിയുമ്പം അസൂയ ഉള്ള ആൾക്കാർ അപവാദം പറഞ്ഞു വരുത്തുകയും അത് നിങ്ങളുടെ ചില മിത്രങ്ങൾ തെറ്റിദ്ധരിച്ച് അവർക്ക് വൈരാഗ്യം ഉണ്ടാവുകയും ചെയ്യുന്നു. അത് സാരമാക്കേണ്ട കാര്യമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ചില പുരുഷന്മാർ നിമിത്തം ചില സ്ത്രീകൾക്കും, ചില സ്ത്രീകൾ നിമിത്തം ചില പുരുഷന്മാർക്കും ഒരുപാട് മാനഹാനി, അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകേണ്ട ഒരു സാധ്യത കാണുന്നതിനാൽ ഈ സമയമുള്ള ഇടപാടുകളെല്ലാം വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ. 47 വയസ്സ് മുതൽ 64 വയസ്സ് വരെ ഉള്ളവർക്ക് ധാരാളം ധനം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെ നല്ല രീതിയിൽ അധികം ശ്രമിക്കാതെ തന്നെ, തടസ്സങ്ങളില്ലാതെ തന്നെ നടന്നു കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ബന്ധുക്കളുടെ ഒത്തുചേരലുകൾ നിങ്ങളെ കുടുംബത്തിൽ വെച്ച് നടക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. പ്രമേഹം ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക, അവർ കുറച്ച് കരുതിയിരിക്കേണ്ടതാണ്. 64 വയസ്സ് മുതൽ 71 വയസ്സ് വരെ ഉള്ളവർക്ക് മക്കൾക്കും പേരക്കുട്ടികൾക്കും കൊച്ചുമക്കൾക്കൊക്കെ വളരെ അവരുമായിട്ട് വളരെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു നല്ലൊരു സമയമാണിത്. നിങ്ങളൊരു ധനാഢ്യനാണെങ്കിൽ നിങ്ങളുടെ വസ്തുവകകൾ നിങ്ങൾ വളരെ സൂക്ഷിക്കുക. ഈ സമയത്ത് നടക്കുന്ന ക്രയവിക്രാദികൾ വളരെ ശ്രദ്ധിച്ച് നടത്തുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ തട്ടിക്കൊണ്ടുപോയി വസ്തുവകകൾ അപഹരിക്കാനുള്ള പണമായിട്ടോ വസ്തുവായിട്ടോ മറ്റുള്ള എന്തെങ്കിലും ഇതൊക്കെ ആയിട്ടോ അപഹരിക്കാൻ സാധ്യതയുള്ള വളരെ ഈ പ്രായത്തിൽ നടക്കുന്ന കാലഘട്ടത്തിൽ നടത്തുന്ന എല്ലാ ഇടപാടുകളും വളരെ സുരക്ഷിതമായിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി 71 വയസ്സിന് മുകളിലോട്ടുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് മുമ്പ് കുറച്ച് ഭയം വന്നിരുന്നല്ലോ മുൻകാലങ്ങളിൽ. ആ ഭയങ്ങളെല്ലാം ഒഴിവാകുകയും മനപ്രയാസങ്ങളും എല്ലാം മാറുകയും അവർക്ക് മനസ്സിന് നല്ല സമാധാനവും ഐശ്വര്യവും അവർക്കെല്ലാം ലഭിക്കുകയും ചെയ്യുന്നു. പിന്നെ ഒരു ചെറിയ സർജറി ഒരുപക്ഷെ വേണ്ടി വന്നേക്കാം. അത് കൂടുതലും എല്ലിനെ ബാധിക്കുന്ന ഒരു സർജറി ആയിരിക്കാം. അടുത്ത പുണർദം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 9 വയസ്സ് വരെയുള്ള പുണർദം നക്ഷത്രക്കാർക്ക് ഗുണകരമായ പലതും കുടുംബത്തിൽ നടക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യവും സമ്പത്തും ലഭിക്കാം. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് ചില പുണർദം നക്ഷത്രക്കാർക്ക്, എല്ലാവർക്കുമല്ല, അവർക്ക് ആരും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥ വന്നു ചേരുന്നതിന് ഒരു സാധ്യതയുണ്ട്. ഈ സമയം കൂട്ടുകെട്ടുകൾ, ഈ കുട്ടി ആരുമായിട്ടാണോ കൂട്ടുകെട്ടുന്നത് ആ കൂട്ടുകെട്ടിനെ ആശ്രയിച്ചിരിക്കും കുട്ടിയുടെ ഭാവി മുന്നോട്ട് പോകുന്നത്. മോശമായ കൂട്ടുകെട്ടുകളാണെങ്കിൽ പോലീസ് പരാതി, കോടതി നടപടികൾ ഉണ്ടാകാം. ഇതിൽ ചില പുനർ നക്ഷത്രക്കാർ അന്യദേശത്തേക്ക് പോയി സ്ഥിരതാമസമാകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. ഒരു തൊഴിൽ ലഭിക്കുന്നതിനുള്ള, വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള ഒരു തൊഴിൽ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ആ തൊഴിൽ ലഭിച്ചാൽ അത് വേണ്ടാന്ന് വയ്ക്കരുത്. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോഡിയെ കണ്ടുപിടിച്ച് അവർക്ക് വിവാഹം കഴിക്കാനും സന്താനഭാഗ്യം ഉണ്ടാകാനും ഭാഗ്യം ലഭിക്കുന്നു. അതുപോലെ ധാന്യ സർവ്വ ഐശ്വര്യങ്ങളുടെയും സമൃദ്ധി ഉണ്ടാകുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒട്ടുമിക്കവയും തടസ്സമില്ലാണ്ട് നടന്നു കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. ചില രോഗങ്ങൾ വരുമെന്നതൊഴിച്ചാൽ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എല്ലാം നല്ലത് തന്നെയാണ്. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ളവർക്ക് പല പ്രകാരത്തിലും ദുഃഖങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. ചില രോഗങ്ങൾ വരാം. അതുമൂലം ധനനാശം മുതലായ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്ര നാളും അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ടുകൾക്കെല്ലാം ശാന്തി ലഭിക്കുന്നു. അവർക്ക് വീട്, വാഹനം എന്നിവയെല്ലാം സ്വന്തമാക്കാൻ സാധിക്കുന്നു. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പല പ്രകാരത്തിലും ചില ദുഃഖങ്ങൾ വരാം, ധനത്തിന് കുറവ് വരാം, ചില രോഗങ്ങൾ വരാം. അതായത് വാർദ്ധക്യ സംബന്ധമായ രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ പൂജപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന മേടമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.